കേരളത്തിലെ യുവാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് വാഹന മോഡിഫിക്കേഷൻ എന്നും അതിനൊരു പരിഹാരമുണ്ടാക്കാൻ പോവുകയാണ് എന്ന പ്രഖ്യാപനമൊക്കെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയത്. ഒടുവിലിത വലിയ മോഡിഫിക്കേഷൻ ഇളവുകൾ വരുന്നു എന്ന തരത്തിൽ ഗതാഗത കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ PR വാർത്തകൾക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ വാഹനപ്രേമികളെ ലക്ഷ്യമിട്ടുകൊണ്ട് വി.ഡി. സതീശന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു വാഹന മോഡിഫിക്കേഷനുകൾക്ക് കൂടുതൽ ഇളവ് അനുവദിക്കുമെന്നത്. വാഹനങ്ങളുടെ ഘടനാപരമായ മാറ്റങ്ങൾ സംബന്ധിച്ച് കർശന നിലപാട് സ്വീകരിച്ചിരുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും വാഹനപ്രേമികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുമൊക്കെയുള്ള ഒരു പ്രതീതി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സൃഷ്ടിക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പിലും UDFന് ഗുണപരമായി. തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയും പാർട്ടിക്കുള്ളിലെ യുദ്ധം ജയിച്ച് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തതോടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച ചർച്ചകൾ ഒരു ട്രെൻഡായി മാറി. പല മോഡിഫിക്കേഷൻ സ്ഥാപനങ്ങളും ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയായി വരെ കണ്ട് റീൽസുകളൊക്കെ ഇറക്കാൻ തുടങ്ങി. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് പിന്നാലെ വി.ഡി. സതീശന്റെ പത്രസമ്മേളനത്തിൽ വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച് ചോദ്യമുയർന്നു. ഇതിന് വി.ഡി. സതീശൻ നൽകിയ റിയാക്ഷൻ വലിയ രീതിയിൽ വൈറലാവുകയും പൂക്കി CM എന്ന നിലയിൽ അത് ട്രെൻഡാക്കപ്പെടുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് പുതുതായി അനുവദിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. അനുമതിയില്ലാതെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന 18 ഇനങ്ങൾ പരിശോധിക്കാം. സീറ്റ് കവർ മാറ്റുക, സ്റ്റിയറിംഗ് കവർ ഇടുക, ഡാഷ് ക്യാമറ ഘടിപ്പിക്കുക, റിവേഴ്സ് ക്യാമറ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയവ ഘടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. വാഹന ഉടമകൾ വർഷങ്ങളായി ചെയ്തു വരുന്ന കാര്യങ്ങളാണിവ. വാഹനത്തിന്റെ ഘടനയെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ ബാധിക്കാത്ത ഇത്തരം ആക്സസറികൾ മുൻപും വലിയ നിയമപ്രശ്നങ്ങളില്ലാതെ ഉപയോഗിച്ചിരുന്നതാണ്. അതുപോലെ RC ബുക്കിൽ മാറ്റം വരുത്തി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന നിറം മാറ്റൽ, LPG കിറ്റ് സ്ഥാപിക്കൽ, ഇലക്ട്രിക് വാഹനമാക്കി മാറ്റൽ തുടങ്ങിയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളല്ല. RTOയുടെ അനുമതിയോടെ മുമ്പും ചെയ്തു വരുന്ന നടപടികളാണിവ. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും കേന്ദ്ര നിയമം അനുസരിച്ച് ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകളാണ് പുതിയ കാര്യങ്ങൾ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വി.ഡി. സതീശന്റെ പ്രഖ്യാപനം വിശ്വസിച്ചിരുന്ന വാഹനപ്രേമികൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? പെർഫോമൻസ് അപ്ഗ്രേഡുകൾ നടത്തുക, വാഹനത്തിന്റെ ഉയരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, ഓഫ് റോഡ് ഉപയോഗത്തിനായി സസ്പെൻഷൻ മാറ്റുക, വലിയ ടയറുകൾ ഘടിപ്പിക്കുക, ബോഡി കിറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രതീക്ഷകൾ ഉയർന്നത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം നിലവിലുണ്ടെന്നും വാഹനങ്ങളുടെ ഘടനാപരമായ മാറ്റങ്ങൾ നിയന്ത്രിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമമാണെന്നും ഇത് സംബന്ധിച്ച് കോടതി വിധികളുണ്ടെന്നും സംസ്ഥാനങ്ങളുടെ അധികാരം പരിമിതമാണെന്നും ഈ ഘട്ടത്തിൽ തന്നെ മറുവാദം ഉയർന്നതാണ്. എന്നാൽ വസ്തുതാപരമായ ചർച്ചകൾ ഒഴിവാക്കാനായി പൂക്കി റീലുകളും പിള്ളേരുടെ ആഗ്രഹം സാധിക്കാൻ വന്ന വി.ഡി. എന്നൊക്കെയുള്ള ഡയലോഗുകളുമൊക്കെയാണ് വി.ഡി. പക്ഷം ഉയർത്തിയത്. എന്തായാലും മോഡിഫിക്കേഷൻ സംബന്ധിച്ച റീലുകൾ ഇപ്പോൾ റിയൽ ആവുകയാണ്. വസ്തുതകളെയും നിയമങ്ങളെയും ആശ്രയിച്ച് ചർച്ചകൾ നടത്തേണ്ട ഘട്ടം വന്നിട്ടും ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇവിടെ മോഡിഫിക്കേഷൻ ഇളവുകൾ സർക്കാർ കൊണ്ടുവന്നതായി PR വാർത്തകൾ നൽകുകയാണ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52 വാഹനങ്ങളുടെ ഘടനാപരമായ മോഡിഫിക്കേഷനുകളെ വ്യക്തമായി നിയന്ത്രിക്കുന്നുണ്ട്. സുപ്രീം കോടതിയും പല കേസുകളിലായി നിർമ്മാതാക്കൾ അംഗീകരിച്ച അടിസ്ഥാന രൂപകൽപ്പനയിൽ അനിയന്ത്രിതമായ മാറ്റങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷയും ഇൻഷുറൻസ് പരിരക്ഷയും പൊതുതാൽപര്യവും മുൻനിർത്തിയാണ് ഈ നിയന്ത്രണങ്ങൾ. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര നിയമത്തെ മറികടന്ന് വലിയ ഇളവുകൾ നൽകാൻ കഴിയില്ലെന്ന കാര്യം വ്യക്തമാണ്. ഇതാണ് വസ്തുതയെന്നിരിക്കെ വാഹനപ്രേമികളായ മോഡിഫിക്കേഷനുകൾക്കെതിരെ നിയമ നടപടികൾ നേരിടേണ്ടി വന്ന ഒരു കൂട്ടത്തെ കൊണ്ട് UDFന് അനുകൂലമായി വോട്ട് ചെയ്യിക്കാൻ വേണ്ടി വി.ഡി. സതീശൻ നടത്തിയ തന്ത്രപരമായ നീക്കം മാത്രമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാം. മോഡിഫിക്കേഷൻ വിഷയത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അസന്തോഷം മുതലെടുക്കാൻ തന്നെയായിരുന്നു വി.ഡിയുടെ തന്ത്രം. രാജ്യത്തെ ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും ഇരുചക്ര വാഹനങ്ങളെയും ഓട്ടോറിക്ഷകളെയും അനുവദിക്കുന്നില്ലെന്നിരിക്കെ കേരളത്തിലെ ഹൈവേയിൽ ഇതൊക്കെ അനുവദിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. അത്തരമൊരു തന്ത്രം തന്നെയാണ് മോഡിഫിക്കേഷന്റെ കാര്യത്തിലും പയറ്റിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വാഹന മോഡിഫിക്കേഷൻ നടത്തിയ ചില ഇൻഫ്ലുവൻസർമാരുടെ വാഹനം പിടിച്ചെടുത്തതും നിയമ നടപടി സ്വീകരിച്ചതുമൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു കൂട്ടം യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചകളായിരുന്നു. ഇതിനെതിരെ വലിയ അമർഷം അത്തരം സന്ദർഭത്തിലൊക്കെ ഉയർന്നിരുന്നു. അവരുടെ വോട്ടുകൾ ലക്ഷ്യമിടുകയാണ് വി.ഡി. സതീശൻ ചെയ്തത്. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ പ്രതീക്ഷ ഉയർത്തുന്ന വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അതിനു പിന്നിൽ പ്രായോഗിക സാധ്യതകൾ ഉണ്ടോ എന്നത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര നിയമം നിയന്ത്രിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാനതല പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ പരിധികളും പരിമിതികളും ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്. എന്നാൽ ഈ ബാധ്യതയൊന്നും വി.ഡി. സതീശൻ ഉണ്ടാവാൻ പോകുന്നില്ല. തനിക്ക് അനുകൂലമായ ഒരു കൂട്ടം മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ PR ടീമിനെയും ഉപയോഗിച്ച് അതിനെ മറികടക്കാമെന്നാണ് വി.ഡിയുടെ ചിന്ത. ഈ വിവാദം വാഹന മോഡിഫിക്കേഷനെ കുറിച്ചുള്ളത് മാത്രമല്ല, രാഷ്ട്രീയ വാഗ്ദാനങ്ങളുടെയും ജനങ്ങളുടെ പ്രതീക്ഷകളുടെയും വിശ്വാസ്യതയെക്കുറിച്ചുള്ള ചർച്ച കൂടിയാണ്.
കേന്ദ്ര നിയമം മാറ്റാതെ വലിയ ഇളവുകൾ നൽകാനാവില്ലെന്ന കാര്യം അറിയാമായിരുന്നിട്ടും അതിന് വിരുദ്ധമായ പ്രതീക്ഷകൾ സൃഷ്ടിച്ചവർ ഇപ്പോൾ വാഹനപ്രേമികൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമാണുള്ളത്. വനവും വന്യജീവികളും സംബന്ധിച്ച കാര്യവും കേന്ദ്ര നിയമം തന്നെയാണ്. അതിലും മാജിക്കുകൾ കാണിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 4ഓളം പേർ കാട്ടാനാക്രമണത്തിന് ഇരയായിട്ടും പുതിയ സർക്കാരിന് വലിയ ആവേശം കാണിക്കാൻ കഴിയാത്തത് ഇതിനാൽ തന്നെയാണ്. ഇനി മോഡിഫിക്കേഷൻ പ്രേമികളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്നത് ഇത്തരം മോഡിഫിക്കേഷനെതിരെ അതോറിറ്റികളെ കൊണ്ട് കണ്ണടപ്പിക്കുക എന്നതാണ്. അതായത് റുട്ടീൻ പരിശോധനകളും നിയമലംഘനങ്ങൾക്കെതിരെയുള്ള നടപടികളും മയപ്പെടുത്തുക എന്നത്. ഇത് വലിയ സാമൂഹ്യ വിപത്തിന് തന്നെ കാരണമാകും. ഇത്തരം വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളിൽ സാധാരണക്കാരുടെ ജീവൻ പൊലിയും. മോഡിഫിക്കേഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് തുക നൽകാതിരിക്കാനും ഇൻഷുറൻസ് കമ്പനികൾക്ക് കഴിയും. വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും ഇത്തരത്തിൽ എങ്ങനെ നടപ്പിലാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.